നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ 20 മണ്ഡലങ്ങളിലും കൃത്യമായി വോട്ടെടുപ്പ് തുടങ്ങി. രാവിലെ തന്നെ മികച്ച പോളിംഗ് ആണ് എല്ലാ ബൂത്തുകളിലും രേഖപ്പെടുത്തുന്നത്. ആദ്യ മണിക്കൂറിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി ഒരുപാട് ആളുകളാണ് രാവിലെ എത്തുന്നത്. വോട്ട് രേഖപ്പെടുത്താൻ പ്രമുഖ നേതാക്കളും എത്തിയിട്ടുണ്ട്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാവിലെയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വോട്ട് രേഖപ്പെടുത്താൻ ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും എത്തി. അദ്ദേഹം പിണറായി RC അമല ബേസിക് UP സ്കൂളിലായിരുന്നു വോട്ട്. രാവിലെ 7:40ഓടെയാണ് പാണ്ഡ്യാല മുക്കിലെ വീട്ടിൽ നിന്നിറങ്ങി. ഭാര്യ കമല വിജയൻ, മകൾ വീണ, കക്കോത്ത് രാജൻ, CPM ഏരിയ സെക്രട്ടറി K ശശീന്ദ്രൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 161 നമ്പർ ബൂത്തിലാണ് വോട്ട്. ഇവിടെ എത്തുമ്പോൾ 20 പേരായിരുന്നു വരിയിലുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് പിന്നിൽ കാത്തുനിന്ന് തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. 8:20-നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കൂടാതെ തന്നെ LDF കൺവീനർ EP ജയരാജനും രാവിലെ ആരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ ആദ്യമെത്തി. മുക്കാട്ടുകര സെന്റ് ജോർജ് CLP സ്കൂളിലെ ബൂത്ത് നമ്പർ 115-ലാണ് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ സുരേഷ് ഗോപി എത്തിയത്. K സുരേന്ദ്രനും ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികളുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ സ്വന്തം മണ്ഡലങ്ങളിലെ എത്തി വോട്ട് രേഖപ്പെടുത്തും. കൂടാതെ മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്ന വിഷയമാണ് EP ജയരാജന്റെ BJP-യിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലുള്ള ശോഭാ സുരേന്ദ്രൻ അവതരിപ്പിച്ച കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് പല പ്രമുഖരും സ്വന്തം മണ്ഡലങ്ങളിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ അഴീക്കോട് അക്ലിയത്ത് LP സ്കൂളിലും, ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പള്ളിക്കുന്ന് രാധാവിലാസം UP സ്കൂളിലും, സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത് പള്ളിയാമൂല LP സ്കൂളിലും വോട്ട് ചെയ്യും. CP സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മൊറാഴ CH കമ്മാരൻ സ്മാരക AUP സ്കൂളിൽ വോട്ട് ചെയ്യും. BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് തലശ്ശേരി തിരുവങ്ങാട് വലിയമാടാവ് ബേസിക് UP സ്കൂളിലും വോട്ട് ചെയ്യും. പല പ്രമുഖരും സ്വന്തം മണ്ഡലങ്ങളിൽ തന്നെയാണ് അവർക്ക് വോട്ടുള്ളത്. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് കണ്ണൂർ സെന്റ് തെരേസസിലും, LDF സ്ഥാനാർത്ഥി MV ജയരാജൻ പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. രാവിലെ മുതൽ തന്നെ മിക്ക മണ്ഡലങ്ങളിലുമെല്ലാം തന്നെ വലിയ തിരക്കാണ് രേഖപ്പെടുത്തുന്നത്. ജോലിക്ക് പോകുന്നവരും മറ്റുമെല്ലാം തന്നെ രാവിലെ വോട്ട് ചെയ്തതിനു ശേഷമാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വോട്ടിംഗ് തുടങ്ങി ഏകദേശം 1 മണിക്കൂർ പിന്നിടുമ്പോൾ മിക്ക മണ്ഡലങ്ങളിലും 7%-ലധികമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ നിന്നുപോയതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് മാറ്റാനുള്ള നടപടികളും വേഗത്തിലാക്കുകയാണ്. ഇന്ന് നമ്മൾ കേരളം വിധി എഴുതുകയാണ്. ഇത്രയും കാലത്തെ കലാശക്കൊട്ടിനും അതുപോലെ തന്നെ പ്രചാരണ പരിപാടികൾക്കെല്ലാം ശേഷം ഇന്ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്.